രാജ്യത്തെ ഡ്രൈവിംഗ് ലൈസൻസ് സംവിധാനത്തിൽ വലിയ മാറ്റത്തിന് കേന്ദ്ര സർക്കാർ ആലോചന. നിലവിൽ 20 വർഷമായി നിശ്ചയിച്ചിരിക്കുന്ന ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാലാവധി ലൈസൻസ് ഉടമയ്ക്ക് 50 വയസ്സ് തികയുന്നതുവരെയാക്കി ഉയർത്തുന്നതാണ് കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം പരിഗണിക്കുന്നത്. നിലവിലെ ചട്ടപ്രകാരം ഡ്രൈവിംഗ് ലൈസൻസ് 20 വർഷത്തേക്ക് സാധുവാണ്. കാലാവധി പൂർത്തിയായാൽ ലൈസൻസ് പുതുക്കുന്നതിനായി അപേക്ഷിക്കുകയും ആവശ്യമായ രേഖകൾ സമർപ്പിക്കുകയും വേണം. പുതിയ നിർദ്ദേശം നടപ്പായാൽ ലൈസൻസ് ലഭിച്ച ശേഷം 50 വയസ്സുവരെ അത് സാധുവായിരിക്കും എന്നതിനാൽ RTO ഓഫീസുകളിലെ നടപടിക്രമങ്ങളും പൊതുജനങ്ങളുടെ ബുദ്ധിമുട്ടുകളും ഗണ്യമായി കുറയും എന്നാണ് വിലയിരുത്തൽ. ഡിജിറ്റൽ സേവനങ്ങൾ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി വാഹനങ്ങളുടെ ഉടമസ്ഥാവകാശ കൈമാറ്റം, പെർമിറ്റ് പുതുക്കൽ, ഫീസ് അടയ്ക്കൽ തുടങ്ങിയ നടപടികളും പൂർണ്ണമായും ഓൺലൈനാക്കാനുള്ള പദ്ധതിയും കേന്ദ്രം ആലോചിക്കുന്നുണ്ട്. ഇതിലൂടെ ഓഫീസുകളിലെ തിരക്കും രേഖാപരമായ നടപടികളും കുറയ്ക്കാനാകുമെന്നാണ് പ്രതീക്ഷ. അതേസമയം ലൈസൻസ് പുതുക്കൽ നടപടികൾ ലഘൂകരിക്കുമ്പോഴും ട്രാഫിക് നിയമലംഘനങ്ങൾക്കെതിരെ കൂടുതൽ കർശനമായ സംവിധാനം കൊണ്ടുവരാനാണ് മന്ത്രാലയത്തിന്റെ നീക്കം. നിയമലംഘനം നടത്തുന്ന ഡ്രൈവർമാർക്ക് നെഗറ്റീവ് പോയിന്റുകൾ നൽകുകയും ഗുരുതരമായ ലംഘനങ്ങൾ ലൈസൻസ് സസ്പെൻഷനിലേക്കോ റദ്ദാക്കലിലേക്കോ നയിക്കുന്ന രീതിയിലേക്ക് മാറുകയും ചെയ്യും. ഇത്തരം സാഹചര്യങ്ങളിൽ വീണ്ടും ലൈസൻസ് ലഭിക്കുന്നതിന് പ്രത്യേക പരിശീലനമോ പുനർപരീക്ഷയോ നിർബന്ധമാക്കുന്നതും പരിഗണനയിലുണ്ട്. റോഡ് സുരക്ഷ ഉറപ്പാക്കുന്നതിനും അപകടങ്ങൾ കുറയ്ക്കുന്നതിനുമാണ് ഈ നടപടികളെന്ന് മന്ത്രാലയ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. നിർദ്ദേശങ്ങൾ സംബന്ധിച്ച് ഇതുവരെ അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്നും ചർച്ചകൾ പ്രാഥമിക ഘട്ടത്തിലാണെന്നും സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നു. എന്നിരുന്നാലും പദ്ധതി നടപ്പിലായാൽ രാജ്യത്തെ കോടിക്കണക്കിന് ഡ്രൈവിംഗ് ലൈസൻസ് ഉടമകൾക്ക് വലിയ ആശ്വാസമാകുമെന്നും ഗതാഗത രംഗത്ത് ശ്രദ്ധേയമായ ഭരണപരിഷ്കാരമായത് മാറുമെന്നും വിലയിരുത്തപ്പെടുന്നു.